രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഗി. അവതരണം അഷിക. രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഐഷു കിടന്നു. മാലതി റൂമിലേക്ക് വരുമ്പോൾ കണ്ണൂറടച്ച് കിടക്കുന്ന തന്റെ മകളെയാണ് കാണുന്നത്. അമ്മ. കണ്ണൂറടച്ചുകൊണ്ട് തന്നെ ഐഷു വിളിച്ചു. എന്തോ? ആരെയാ അമ്മ? എനിക്ക് വേണ്ടി മുത്ത് കണ്ടുപിടിച്ചിരിക്കുന്നേ? അറിയില്ല മോളെ, ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. മോളെന്താ അമ്മായിമാരോടൊന്നും മിണ്ടാനേ? താല്പര്യമില്ല, അവൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. എന്താടാ? തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. മറ്റൊന്നും പറയാതെ കണ്ണൂറടച്ച് ഐഷു കിടന്നു. ഐഷുവിനെ ഒന്ന് നോക്കി നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മാലതി ഡോറടച്ചു പോയി. അതുവരെ പിടിച്ചു വെച്ച കണ്ണുനീർ ധാരധാരയെ പുറത്തേക്ക് പോയി. മാലതി റൂമിലേക്ക് വന്നു കിടന്നു. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. മാലതി ഫോണെടുത്ത് കൃഷ്ണകുമാറിനെ വിളിച്ചു. കൃഷ്ണേട്ടാ. മാലതി കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്താ മാലതി, നീ ഇങ്ങനെ കരയാതെ? ഐഷു മോൾക്ക്. ഈശ്വരിക്കെന്താ? മോൾക്കെന്താ മാലതി? ഒന്നുമില്ല കൃഷ്ണേട്ടാ. ഇവിടെ വന്നപ്പോ അമ്മ വിവാഹക്കാര്യം പറഞ്ഞ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാനറിയാതെ എന്തിനി? അല്ല, ആരാ ചെക്കൻ? അറിയില്ല കൃഷ്ണേട്ടാ. നാളെ പറയാന്ന് പറഞ്ഞേക്കുന്നേ. അതിനാണോ നീ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അതല്ല കൃഷ്ണേട്ടാ, അവളിവിടെ ആരോടും, പ്രത്യേകിച്ച് അമ്മായിമാരോടൊന്നും സംസാരിച്ചില്ല. എന്തോ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. എന്റെ കൊച്ചോട് ആകെ വീർപ്പ് മുട്ടുകയാ. അതവള് പറഞ്ഞില്ലല്ലോ, എനിക്ക് മനസ്സിലാവും കൃഷ്ണേട്ടാ. ഞാൻ നാളെ വരുന്നുണ്ട്. എനിക്കും അറിയണം എന്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തിയ വരനെ. എപ്പോഴാ എത്തുക? നാളെ രാവിലെ എത്തും. നീ കിടന്നോ, ഞാൻ ഇഷുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ കട്ട് ചെയ്തതും മാലതി കണ്ണുകളടച്ച് ആരെങ്കിലും ഓർമ്മയിലേക്ക് വന്നു. അന്ന് 15 വയസ്സുണ്ട് ഐഷുമോൾക്ക്. അവള് വെക്കേഷന് നിൽക്കാൻ വന്നതാ ഇവിടെ. 5-ാം ദിവസം മോള് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് തന്നെ വിളിക്കുന്നേ. അന്ന് വീട്ടിൽ നിന്നും പുറപ്പെട്ട് വൈകുന്നേരം തന്നെ എത്തി. മോൾ ആകെ കരഞ്ഞ് വശം കെട്ടാൻ നിന്നിരുന്നത്. എന്താണെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. അന്ന് എന്താ സംഭവിച്ചെന്ന് ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ല. അന്ന് മുഖമാകെ ചുവന്ന് ഭയത്തോടെ തന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കരയുന്ന ഉന്നൈശ്വര്യ ഓർമ്മ വന്നത് മാലതി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഐഷു കണ്ണുകൾ ചിമ്മി തുറക്കുന്നത്. ഫോൺ നോക്കിയതും അച്ഛനാണ്. വാവേ. ഫോൺ എടുത്ത് കൃഷ്ണകുമാർ വിളിച്ചു. എന്താടാ അച്ഛന്റെ ചുണക്കുട്ടിക്ക് പറ്റിയേ? എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു അച്ഛേ. നാളെ രാവിലെ അച്ഛൻ ഇവിടെ ഉണ്ടാകും കേട്ടോ. എന്റെ മോൾ ഉറങ്ങിക്കും. മണി 12ആയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛേ. പിറ്റേന്ന് രാവിലെ ഐഷു ഉണർന്ന് ഫ്രഷായി നേരെ മുത്തുവിന്റെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നു രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചുന്ദരിക്കുട്ടിയെ കിടക്കുക. എന്റെ ചുന്ദരിക്കുട്ടി ഒന്നും കൂടി ചുന്ദരിയായല്ലോ. അടി കിട്ടുവേ. കള്ള ഗൗരവത്തോടെ അവൾക്ക് നേരെ കൈ വാങ്ങി. മുത്തുവിന്റെ മോള് പോയി കഴിക്ക്, എന്നിട്ട് മുത്തു പറയാം. ഒന്ന് മൂളിക്കൊണ്ട് അവൾ നേരെ പുറത്തേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ഉണ്ടെങ്കിലും അവൾ ആരെയും നോക്കാതെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അച്ഛേ. ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഐഷു ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റു. കൃഷ്ണൻ വന്നു. അച്ഛയുടെ ഈശ്വരി എന്താ ഈ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. കൃഷ്ണകുമാർ വരൂ, ഭക്ഷണം കഴിക്കാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ആഹാ, മോൻ വന്നോ? എന്നാൽ എല്ലാരും വരൂ, അകത്തളത്തിലേക്ക് ഇരിക്കാം. അങ്ങോട്ട് വന്ന മുത്തശ്ശി പറഞ്ഞു. എല്ലാവരും അകത്തളത്തിലിരിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളിലേക്ക് അടക്കാല്ലേ? ഉവ്വ്, ബാലൻ പറഞ്ഞു. എന്റെ കൊച്ചുമോളെ ഇവിടെ തന്നെ എന്റെ കണ്ണടയും വരെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം മുമ്പോട്ട് വെച്ചത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം. ഇവിടെ വെച്ച് ഈ സഭ പിരിച്ചിടുന്നതാണ്. ഇല്ല, അമ്മ പറഞ്ഞോളൂ. പ്രിയൻ പറഞ്ഞത് മുത്തു ഒന്ന് മൂളിക്കൊണ്ട് ബാക്കി പറഞ്ഞു. ഞാനെടുത്ത തീരുമാനമല്ല. എന്നെ ഒരാൾ വന്ന് കണ്ട് എന്റെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കി. 2 മണി എന്നത് കണ്ടത്. ഇന്നലെ ദശയുടെ വന്നില്ലേ എന്ന് പറഞ്ഞു മുഴുവയ്ക്കും മുന്നേ ഡോറിൽ മുട്ടുകേട്ടു. ഈ സമയത്ത് ധാരാ? അച്ചു പതിയെ അഴിഞ്ഞ മുടി വാരിക്കെട്ടിക്കൊണ്ട് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് അച്ചുയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അഹു, നിനക്ക് ഉറക്കമൊന്നുമില്ല പെണ്ണേ? ഇല്ല, എനിക്കിപ്പോ എടുത്തിരടുത്ത് കിടക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. രക്ഷപ്പെട്ടു. എന്തിന് ദശേട്ടൻ വന്നാലും കുഴപ്പമില്ല.
എന്നാ പോയി കിടക്കടി. ഓ, ചേച്ചി ഇത്ര ടെററായിരുന്നോ? ഇന്ന് വലിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ കൊച്ചുകള്ളി എന്നെ കണ്ടപ്പോ ഒന്ന് നെട്ടിയത്. ഇരുപുരുകവും പൊക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ആടി ഇന്നുവരെ കിടക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവളെ പല്ല് കടിച്ച് നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. അച്ചു ഡോർ ക്ലോസ് ചെയ്തു. ബെഡിൽ അഹുവിനെയും കെട്ടിപ്പിടിച്ചു കിടന്നു. അഹു. അച്ചു അവൾ ഉറങ്ങിയില്ലെന്ന് മനസ്സിലായി വിളിച്ചു. എന്താ ഏട്ടത്തി? നീ ഇന്ന് എന്നെ ഐശുവിനെ ഏട്ടത്തിന്ന് വിളിച്ചെന്തിനാ? ഓ അതോ, അത് ഞാനൊരു ഫ്ലോയിൽ വിളിച്ചു പോയതാ. അച്ചു ചേച്ചി എനിക്ക് എന്തായാലും എടുത്തിയാണല്ലോ. പിന്നെ ഐശു ചേച്ചി എന്റെ എടുത്തിയാകേണ്ടതായിരുന്നു. പിന്നെ കുഞ്ഞേട്ടൻ നേരത്തെ ഒരാള് സെറ്റായി പോയില്ലേ. ഇല്ല, ഐശു ചേച്ചിനെ കെട്ടുകൊള്ളായിരുന്നു. അപ്പൊ ധ്രുവിന്റെ ലവ് മാരേജ് ആണോ? അതൊന്നും എനിക്കറിയില്ല. അവര് തമ്മിൽ ചെറുപ്പം മുതൽ അറിയുമെന്നാണ് എന്റെ ഒരു സംശയം. മാമന്റെ ഫ്രണ്ടിന്റെ മകളല്ലേ, സോ ആ കണക്ക് വെച്ച് പറഞ്ഞതാ. ഇനി ഈ തല കുറെ പുകക്കണ്ടട്ടാ. ഓക്കെ, റാണി കിടന്നാലും. പിന്നെ ഒന്നും മിണ്ടാതെ രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അഹുവിനെയും കുത്തിപ്പൊക്കി കുളിപ്പിച്ചു. അച്ചു ഐശ്വര്യ വിളിച്ചിട്ട് റിങ് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഷോ, ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഇനി മുത്തൂനെന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുളിക്കുമായിരിക്കും. സമയമുണ്ടല്ലോ, വിളിച്ചു നോക്കാം. ഇന്നലെ എത്തിയെന്ന് പറയാൻ മാത്രമേ അവൾ വിളിച്ചുള്ളൂ. പിന്നെ അവൾ വിളിച്ചില്ലല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ഇതേ സമയം മറ്റൊരിടത്ത് വരൻ സ്വാതിക്. ഐഷു മുത്തുവിൽ നിന്നും കേട്ട പേര് ഞെട്ടി നിൽക്കുകയാണ്. ഇല്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. ചതിയാണ്. അയാൾ എന്തും ചെയ്യുമെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ്. ഇതേ സമയം അവനോളെ മാറി നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിൽ തന്റെ പേര് കേട്ടപ്പോൾ മുതലുള്ള ഭാവങ്ങൾ എല്ലാം അവന്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. വിടില്ല മോളെ, നീ എന്നെ അന്ന് ചെയ്തതിനൊക്കെ നീ എന്റെ കാൽ കീഴിൽ കിടന്ന് അനുഭവിക്കും, നരകിക്കും. ഞാനാ പറയുന്നേ. അത് നടക്കില്ലമ്മ. കൃഷ്ണൻ എതിർത്ത് മുന്നിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു. എന്താ കൃഷ്ണ ഇത്? ഈശ്വരി, എനിക്ക് അവൾ വാക്ക് തന്നതാണ്. വാക്ക് നൽകുമ്പോൾ എന്റെ മോൾക്ക് ആളെ അറിയാത്തതുകൊണ്ടാണ്. ഇവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് സമ്മതം മൂല്യ എന്റെ മോളുടെ ജീവിതമാണ് തകരുന്നത്. ഇവനെ പോലുള്ളവന് പെണ്ണു കൊടുക്കാൻ എനിക്ക് മകളില്ല. വാ മോളെ, നമുക്ക് പോകാം. ഐശുവിന്റെ കയ്യും പിടിച്ച് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം, അമ്മാവനൊന്ന് നിന്നേ. സ്വാതിക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ? അതേ ദേഷ്യത്തോടെ കൃഷ്ണൻ അവനെ നോക്കി. എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. സമ്മതമല്ല സ്വാതിക്, നീ മുമ്പിൽ നിന്ന് മാറും. ഇല്ല, അവള് പറയട്ടെ, എന്നിട്ട് ഞാൻ മാറാം. അവൻ ഐശുവിനെ നോക്കി ചോദിച്ചു. കൃഷ്ണൻ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഐശുവിന്റെ കൈവിട്ടു. എന്നിട്ട് കണ്ണുകളടച്ച് കാണിച്ചത് ഐശു പേടിയോടെ അവന്റെ അടുത്തേക്ക് നടന്നു. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു വിജയിച്ചിരി തെളിഞ്ഞു. നീ നാളെ വരെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട, ഓക്കേ? അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും ഐശു അറിയാതെ തലകുലുക്കി. ഗുഡ് ഗേൾ. എനിക്ക് ഈ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ ഇഷ്ടവേ അല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വരും. ഐഷു വീണ്ടും തലകുലുക്കി. പിന്നെ അമ്മാവാ, നാളെ അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോകാം. അതുവരെ ഇന്ന് ഇവിടെ ആയിക്കോട്ടെ. എന്തേ? സ്വാതിക്ക് പറഞ്ഞതും കൃഷ്ണൻ മോളെ നോക്കി. ഐഷു തലയാട്ടിയതും കൃഷ്ണൻ ഒന്ന് കണ്ണുകളടച്ച് അകത്തേക്ക് കയറിപ്പോയി. ഐഷു നേരെ റൂമിൽ കയറി ഡോറടച്ചു. അവൾ ഊർന്നിറങ്ങി പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞത് ഡോറിൽ മുട്ടുകെട്ട് തുറക്കാൻ നിൽക്കുമ്പോഴാണ് ഐഷുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചായതിന് ആദ്യം ഫോൺ എടുത്ത് അവൾ കയ്യിൽ പിടിച്ച് നേരെ ചെന്ന് ഡോർ തുറന്നു. ആ സമയം തന്നെ ഫോൺ അവളുടെ കൈകൊണ്ട് ഓപ്പണായി. ഇതൊന്നും അറിയാതെ ഐഷു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടൊന്ന് പേടിച്ചെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് സംസാരിച്ചു. ഐഷുവിന്റെ ഫോണിലെ മറുപുറത്തുള്ളയാൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഫോൺ സ്പീക്കറിലിട്ടു. സ്വാതികേട്ടൻ എന്താ ഈ സമയത്ത്? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് അവനകത്തേക്ക് കയറി ഡോറുള്ളിൽ നിന്നും ലോക്ക് ചെയ്തു. അതിനെന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം. അപ്പൊ പോരെ? ഏട്ടനിപ്പോ പോ, എനിക്കൊന്ന് കിടക്കണം. അതിനെന്താ, എന്റെ മോള് കിടന്നോ, ഞാൻ തലേക്കൊന്ന് മസാജ് ചെയ്ത് തരാം. വേണ്ട, ഏട്ടൻ പോ. ഡോറിന്റെ വശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഐഷു പറഞ്ഞു. ഇല്ലെങ്കിൽ? അതുവരെ ഉണ്ടായിരുന്ന അവന്റെ ഭാവം മാറിയതും ഐഷു ഒന്ന് പേടിച്ചു. ഐഷു അവൻ വരുന്നതിനനുസരിച്ച് ബെഡിന്റെ സൈഡിലേക്ക് നീങ്ങി. ദൈവമേ, ഭ്രാന്ത് മൂത്തുന്ന തോന്നുന്നേ, കണ്ണൊക്കെ ചുവന്നു നിൽക്കുന്നു, ഐഷു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയത്. നാളെ നിന്റെ തീരുമാനം സമ്മതമെന്നായിരിക്കണം.
ഇല്ലെങ്കിൽ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കയ്യിലുള്ള ഫോൺ എടുത്ത് കാണിച്ചു. ഹർഷു എന്തെന്ന രീതിയിൽ അവനെ നോക്കി. ഇതല്ലേ നിന്റെ കൂട്ടുകാരിയ ഹല്യ? അവൻ ഫോൺ കാണിച്ചു പറഞ്ഞത്. ഐഷു അതി എന്ന രീതിയിൽ തലയാട്ടി. നീ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ പിന്നെ നിന്റെ കൂട്ടുകാരത്തിയെ നീ ജീവനോട് കാണില്ല. അത് കേട്ടത് ഐഷു പൊട്ടിച്ചിരിച്ചു. ഒന്ന് പോടോ, എനിക്ക് വയ്യ. ഐഷുവിന്റെ ചിരി കണ്ടവൻ അവളെ നോക്കി അലറി. ഡി എന്താ? വയറിൽ കൈവച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? എന്ത്? ഞാൻ അവളെ അങ്ങ് തട്ടൂന്ന്. എന്റെ ആളുകളെല്ലാം അവൾക്ക് ചുറ്റുമുണ്ട്. ആണോ? ഷോ, വലിയ കാര്യമായിപ്പോയി. എന്നിട്ട് അവളിൽ താൻ കാണാൻ കൊതിച്ച ഭയമെന്ന വികാരമില്ലെന്ന് കണ്ടതും അവന് ഭ്രാന്ത് പിടിച്ചു. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ ചുമരിലേക്ക് ചേർത്തു. വിടടോ, എന്നെ വിടാനല്ലേ പറഞ്ഞേ? പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും കവളിലെ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളെ തട്ടുവെന്ന് പറഞ്ഞപ്പോ നീ എന്താടി എന്നെ കളിയാക്കുന്നോ? ഹേയ്, ഞാൻ അങ്ങനെ ചെയ്യൂ? എന്നാ നിനക്ക് കാണണോ ഞാൻ അവളെ കൊല്ലുന്നത്? ഒന്ന് പോടാപ്പ. തന്നെക്കാളും വലിയ സൈക്കോകളാ അവളെ കെട്ടാൻ പോണ ചെക്കനോ ആനിയനും. അപ്പോഴാണ് തന്നൊട്ടും അവളൊന്ന് കാണാൻ പോലും പറ്റിയല്ല. പിന്നെ ഇങ്ങനെയുള്ള തമാശ ഇനിയും എന്നോട് പറയരുതട്ടാ. ചിരിച്ചിരിച്ച മനുഷ്യന്റെ ഉപ്പാടിളകി. അവന്റെ കൈ അവളുടെ കവളിൽ നിന്നും ബലമായി എടുത്തു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ ഞാൻ വേറൊരു തമാശ പറയട്ടെ? അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നിന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മാവനെ അങ്ങ് തട്ടിയാലോ? ഒറ്റപ്പുരുകം പൊക്കി അവൻ ചോദിച്ചു. അത് കേട്ട് അതുവരെ ചിരിച്ചു എന്ന് ഒന്ന് പേടിച്ചു. ഹേയ്, പേടിക്കണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിന്റെ അഭിപ്രായം എനിക്ക് വിപരീതമാണെങ്കിൽ മാത്രം. ഓക്കെ, എന്നാ എന്റെ മോള് കിടന്നു. ഏട്ടൻ നാളെ രാവിലെ വരാം. അവളുടെ കവളിലൊന്ന് തഴുകി പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നു പുറത്തേക്ക് അവൻ പോയത് അവളൊരു തളർച്ചയോടെ പൊട്ടിക്കരഞ്ഞു. എന്തിനാ മുരുക? അന്നത്തെ സംഭവം ഓർമ്മ വന്നത് അവളൊന്ന് വിറച്ചുപോയി. ഭ്രാന്താണ് അയാൾക്ക്, ഞാനെന്ന മുഴു ഭ്രാന്താണ്. ഇതേ സമയം ആ വ്യക്തി മറുപുറത്തു നിന്നും കോൾ കട്ട് ചെയ്തിരുന്നു. ഐഷു തന്റെ പഴയ ഓർമ്മകളിലേക്ക് പോയി. എനിക്കൊരു 15 വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ തറവാട്ടിലേക്ക് ആദ്യമായി പോകുന്നത്. മുത്തശ്ശിക്ക് തന്നെ കാണണമെന്നും അവിടെ കുറച്ച് ദിവസം നിർത്തുകയും വേണമെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചിരുന്നു. അച്ഛനോട് സമ്മതം ചോദിച്ചപ്പോൾ എന്നെ ആക്കിക്കോളാനും പറഞ്ഞു. 10 കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഞാനും സമ്മതം പറഞ്ഞു. അച്ഛനെന്ന് കൃഷി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ താൻ അച്ഛനോട് തന്റെ അമ്മ വീട്ടിൽ പോവുകയാണെന്നും കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞു. ഇവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ തന്റെ കണ്ണുകളിൽ അത് വലിയൊരു തറവാടാണ്. മുറ്റത്ത് നിറയെ പൂക്കളും മരങ്ങളും എല്ലാം ഉണ്ട്. തന്റെ കയ്യും പിടിച്ച് അമ്മ അകത്തേക്ക് കയറി. ഹാളിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും തങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന പോലെ അവിടെ ഉണ്ട്. തന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മം വയ്ക്കുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഇവരാരൊക്കെയാണെന്ന് തനിക്ക് പിടുത്തം കിട്ടിയില്ല. ഒരു വയസ്സായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് മുത്തിയാണെന്ന് മനസ്സിലായി. അങ്ങോട്ട് ചെന്ന് കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി. മുത്തശ്ശനെ കണ്ടില്ല. അപ്പോ അതെന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു എനിക്ക്. എല്ലാവരും വന്ന് തന്നോട് സംസാരിക്കുകയും ചെയ്തു. അമ്മയന്ന് വിട്ടില്ല. അപ്പൂനെയാണെങ്കിൽ അച്ചുവിന്റെ അടുത്താക്കിയിട്ടാണ് വന്നത്. അവൻ അവിടെയാണ് ഇഷ്ടം. അച്ചു ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ്. അവനൊരു 7 വയസ്സേ ഉള്ളൂ. അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ആദ്യമായി മുത്തശ്ശനെ കാണുന്നത്. പക്ഷെ താൻ പ്രതീക്ഷിച്ചതിൽ നേർവിപരീതമായിരുന്നു സംഭവിച്ചത്. മുത്തശ്ശൻ തന്നെയും അമ്മയും ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. അദ്ദേഹം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. മുത്തശ്ശന്റെ ആ സ്വഭാവം തനിക്ക് പിടിച്ചില്ലെന്ന് തന്നെ വേണം പറയാൻ. വിളിച്ചു വരുത്തിയിട്ടൊന്നും നോക്കാതെ. അതോടെ തനിക്ക് മനസ്സിലായി മുത്തിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നതെന്ന്. അമ്മയെ നോക്കിയപ്പോൾ അമ്മ കണ്ണൊക്കെ നിറച്ച് നോക്കിയിരിപ്പുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. അന്ന് രാത്രി അധികം സംസാരമൊന്നുമില്ലാതെ കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ അമ്മ വീട്ടിലേക്ക് പോയി. പോകുമ്പോൾ അമ്മ മുത്തിയോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ നോക്കിക്കോളണേ. അമ്മയെ വിശ്വസിച്ച ഞാൻ പോകുന്നത്. അമ്മ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പോയിട്ടോ. ഐഷു, ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത് കേട്ടോ. എപ്പോഴും മുത്തിയുടെ അരികിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചിരിക്കണം. അമ്മ പോയി കഴിഞ്ഞു. പിന്നെ മുത്തിയുടെ കൂടെ അങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടക്കുമ്പോഴാണ് മുത്തിയോടുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. ഈശ്വരി, എന്നെ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരെയാ വിളിക്കുന്നതെന്ന്. ഐശ്വര്യ മോളെ തന്നെ മുത്തശ്ശി വിളിച്ചത്. എന്നെയോ? മുത്തി, അതെന്താ ഈ പേര്? എനിക്ക് മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആ പേരാ നാവിൽ വന്നത്. അതാ അങ്ങനെ വിളിച്ചേ.
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല മുത്തി, എന്താ എന്റെ അമ്മയോടൊക്കെ മുത്തശ്ശൻ മിണ്ടാത്തേ? ഇനി പ്രോബ്ലം ഉണ്ട്, വലിയൊരു പ്രശ്നം. അപ്പൊ ഒരു കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലേ? എന്തായാലും കേൾക്കാൻ ഞാൻ റെഡിയാണ്. മുത്തി പറഞ്ഞാലും. അതെ, മുത്തുവിനെ കൊണ്ട് പറയിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. അല്ലേ ഐഷു? പണ്ട് പേര് കേട്ടൊരു തറവാടായിരുന്നു പുനർദം തറവാട്. മുത്തുവായിരുന്നു ഇവിടുത്തെ ജന്മി. മുത്തശ്ശന്റെ അടുത്തായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ പരാതിയും കൊണ്ടുവരുന്നത്. ഈ തറവാട്ടിലുള്ള എല്ലാ സ്ഥലവും മുത്തശ്ശൻ കൃഷി ചെയ്യാൻ എല്ലാവർക്കും പാട്ടത്തിന് കൊടുത്തിരുന്നു. എല്ലാ മാസവും അതിന്റെ കണക്കെടുപ്പുണ്ട്. എന്റെ മുത്തശ്ശന്റെ സ്വഭാവം ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? തനി മുരടൻ. എന്റെ മുത്തശ്ശൻ വിശ്വംഭരൻ, ഭാര്യ ലക്ഷ്മി. മുത്തുവിനും മുത്തിക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണും. ഒന്നാമത്തെ എന്റെ വല്യമ്മാവൻ ബാലൻ, ഭാര്യ സന്ധ്യ. വല്യമ്മാവനാണ് ഇപ്പൊ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത്. ഇവർക്ക് 2 മക്കൾ, സ്വാതിക്, ശ്രേയൻ. സ്വാതിയേട്ടൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വല്യമ്മാവന് ബിസിനസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രേയൻ, ആൾ +2 പഠിക്കുന്നു. എനിക്ക് സ്വാതിയേട്ടന് പേടിയാകാനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെയുള്ളത് ചെറിയമ്മാവൻ, പേര് പ്രിയൻ, ഭാര്യ സൗമ്യ. 2 മക്കളുണ്ട്, 1 പർണിക, 2 പ്രണവി. പർണിക എന്റെ പ്രായമാണ്. പ്രണയ് ഇപ്പൊ 8 പഠിക്കുന്നു. ഇവരിവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായേനെ. എനിക്കിപ്പോ ഇവിടെ കൂട്ടായി എന്റെ മുത്തി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കുടുംബം എന്റേതാണ്. അത് പറയണ്ടല്ലോ, ഗതാഗരി നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ ഇല്ലായല്ലേ ഇനി എന്റെ അമ്മയുമായിട്ടുള്ള മുത്തുവിന്റെ വഴക്ക്. വല്യമ്മാവനും ചെറിയമ്മാവനുമേ വലിയ വീട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചത്. മുത്തി ഒരു ജന്മിയായതുകൊണ്ട് അതിന്റെ അഹങ്കാരം ഉണ്ട്. ഒരേ ഒരു മോളെ തന്നെക്കാളും വലിയ സ്വത്തുള്ള വീട്ടിലേക്ക് ആയിക്കോളൂ എന്നുള്ള പിടിവാശി. എന്റെ അമ്മയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരു കല്യാണാലോചന വന്നു, മകളുടേത്. അതായത് എന്റെ അമ്മയുടെ ഇഷ്ടം നോക്കാതെ വന്നവർക്ക് വാക്കുകൊടുത്തു മുത്തശ്ശൻ. പക്ഷെ പുറത്തുപോയി വന്ന അമ്മ വീട്ടിൽ വൈകുന്നേരം എത്തിയപ്പോഴാ അറിയുന്നേ. എന്റെ അമ്മ നിഷേധിച്ചു. എന്റെ മകൾ എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന മുത്ത് അതൊരു വലിയൊരു അപമാനമായി തോന്നി. അമ്മയ്ക്കൊരു ഇഷ്ടമുണ്ടെന്ന്, ചെറുക്കന് സർക്കാർ ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ടു മുത്ത് ജീവനോടെ ഇരിക്കുമ്പോ ഈ ബന്ധം നടക്കില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മ ആയതുകൊണ്ട് പറയണല്ല, അമ്മക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അമ്മ മുത്തുവിന്റെ അതേ വാശിയുള്ള മകളാണെങ്കിൽ എന്റെ ഇഷ്ടം മാത്രം നടക്കുള്ളൂ അമ്മയും വാശി പിടിച്ചു. നിങ്ങൾ വിചാരിക്കും ഈ വിവാഹം മുടക്കാൻ അമ്മ സത്യാഗ്രഹമായിരുന്നു. എന്നാലേ ഇത് വേറെ ഐറ്റമാണ് മക്കളെ. മുത്തു കൊണ്ടുവന്ന ഓരോ ആലോചനയും അവരുടെ വീട്ടിൽ പോയി മുടക്കും. അതായിനും അങ്ങനെ മുടക്കി മുടക്കി അവസാനം മുത്തു തോറ്റ്. എപ്പടി കൂടെ മുത്തു ഒരു കൽപ്പനയും വെച്ചു, കെട്ടുകഴിഞ്ഞ പിന്നെ ഈ തറവാടിലേക്ക് തിരിച്ചു വരരുതെന്ന്. അമ്മക്ക് അത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായി. അമ്മ മുത്തയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കി പിണ്ടവും വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ, എന്താണ് മുത്തു എന്നോട് സ്വന്തം മകളോട് മിണ്ടാതിരുന്നതെന്ന്? 16 കൊല്ലം. ഓ, അന്ന് എന്റെ അച്ഛൻ വേറൊരു ക്ലർക്കായിരുന്നെങ്കിലേ ഇന്ന് എന്റെ അച്ഛനെ കൃഷി ഓഫീസർ. ഇതാണ് മക്കളെ സംഭവിച്ചത്. അങ്ങനെ ദിവസങ്ങൾ പോയി മറഞ്ഞു. ഇന്ന് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 5 ദിവസമായി. രാവിലെ എഴുന്നേറ്റ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോഴാണ് പഴയൊരു ഇടിഞ്ഞു പൊളിയാറായ വീട് കാണുന്നത്. ഇതിവിടുന്നാ? ഇതിന്റെ കാര്യം മുത്തി പറഞ്ഞില്ലല്ലോ. ഒന്ന് പോയി നോക്കാം. ഞാൻ കരിയിലകളെല്ലാം മാറ്റി നടക്കുന്തോറും ഒരു ഭീകരത അനുഭവപ്പെട്ടു. ഒരു പേടി തോന്നി. പിന്നെ ഒന്നും നോക്കാതെ അങ്ങോട്ട് നടന്നു. ഒരു വാതിലുണ്ട്, അതിൽ നിറച്ചു വള്ളിച്ചെടികളെല്ലാം പിടിച്ച് വാതിൽ കാണാത്തതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അതൊക്കെ കൈകൊണ്ട് വലിച്ചു പറിച്ചു കളഞ്ഞു. വാതിൽ തുറന്നകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്തോറും ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ചീഞ്ഞ ഗന്ധം മൂക്കിലേക്ക് അടിച്ചത് ഞാൻ ഛർദ്ദിച്ചു പോയി. അത്രയും മാംസം ചീഞ്ഞളിഞ്ഞൊരു ഗന്ധമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ എന്റെ ഷോള് കൊണ്ട് മുഖം പരമാവധി പൊത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് കയറുന്തോറും വീണ്ടും ആ ഗന്ധം കൂടിക്കൂടി വരുന്നു. ഒരു ജനല് പോലുള്ള സ്ഥലത്തെത്തിയത് ഒരാൾ പുറംതിരിഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ കാണാം. കയ്യിൽ കത്തിയും പിടിച്ച് എന്തോ മുറിക്കുന്നുണ്ട്. കൂടെ അതിന്റെ മാംസം ഇടതുവശത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇതാരാ ഈ പച്ചമാംസം കഴിക്കുന്നേ? അതും ഈ തറവാട്ടിൽ? ഇവിടെ എല്ലാരും വെജല്ലേ ഉപയോഗിക്കൂ. പിന്നിതാരാ? ഞാനൊന്നുകൂടി അകത്തേക്ക് തലയിട്ട് നോക്കിയത് പേടിച്ച് കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോന്നു. ഒരാളെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അയാൾക്ക് തലയില്ല. ഞാൻ അടുത്തുള്ള ടേബിളിലേക്ക് നോക്കിയത് തലയർത്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഒരു വലിയ കത്തിയെടുത്ത് തലയുടെ നെറുകയായി മുറിക്കുന്നു. ആ രക്തം അയാളുടെ മുഖത്തേക്ക് തെറിച്ചു വീണു. അയാൾ അത് നാക്കുകൊണ്ട് നക്കി കുടിച്ചത് എനിക്ക് അറപ്പ് തോന്നി. പെട്ടെന്ന് എന്റെ നേർക്ക് അയാൾ തിരിഞ്ഞതും ഞാൻ അലറിക്കരഞ്ഞുപോയി.
അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തോന്നി. കണ്ട വഴിയെ ഞാൻ ഓടി. അവിടെ എന്നെ പുറകിൽ കൂടി പിടിച്ചത്. ഞാൻ കിടുകിടായി പിറക്കാൻ തുടങ്ങി. എവിടേക്കാണ് എന്റെ ഐശുക്കുട്ടി ഓടുന്നേ? ഞാൻ ഐശുവിന്റെ ഏട്ടനല്ലയോ? നിനക്കറിയോ? നിന്നെ കണ്ട നാൾ മുതൽ നിന്റെ പുറകെ ഞാനുണ്ട്. നിനക്കറിയോ പെണ്ണെ? നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ്. ഭ്രാന്ത്. എന്ത് മണമാണ് പെണ്ണെ നിനക്ക്. ഇതാണ് എന്നും എന്നെ നിന്റെ മുറിയിലെത്തിക്കുന്നത്. ഒരു 15 വയസ്സുകാരിയോട് പറയാൻ കൊള്ളാത്തതും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ വാക്കുകളാണ് പിന്നെ അവനിൽ നിന്നും വന്നത്. വിട്, വിടന്നെ, വിടാനല്ലേ പറഞ്ഞേ? ഞാൻ കുറെ കുതറിയെങ്കിലും അയാളിലേക്ക് കൂടുതൽ തന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അത് കണ്ട് അറപ്പ് തോന്നിയെങ്കിലും ഇനിയും പ്രതിരോധിച്ചാൽ വീണ്ടും അയാൾ തന്നെ പിടിച്ചു വെക്കുമെന്ന് തോന്നിയതും ഞാൻ കുതിർന്നു നിർത്തി. ഗുഡ് ഗേൾ. അപ്പോ അനുസരിക്കാൻ അറിയാം. പിന്നെ ഇവിടെ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ അറിയാലോ. ഇപ്പൊ കണ്ടത് ഇവിടെ നിന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മാവനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഞാൻ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി. പതിയായാൽ തന്നിൽ നിന്നും അകന്നത് ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പേടിച്ചിട്ട് നെഞ്ചൊക്കെ പടപട അടിക്കുന്നുണ്ട്. കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങിയത് വേഗം തന്നെ തറവാട്ടിലെത്തി. ഓടുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അറിയാം അയാൾ സ്വാതിക് തന്നെ നോക്കി നിൽക്കുകയാണെന്ന്. തറവാട്ടിലെത്തി വേഗം തന്നെ അമ്മയെ വിളിച്ചു കരഞ്ഞു. എനിക്കിവിടെ നിൽക്കണ്ടെന്നു. അന്ന് തന്നെ അമ്മ എന്നെ വിളിച്ചു കൊണ്ടുപോയി. പിന്നെ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. ഒന്നെങ്കിൽ അച്ചു അല്ലെങ്കിൽ അപ്പു ഉണ്ടാവും കൂടെ. എപ്പോഴാ അയാൾ കൂടെ വന്ന് കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു ഭയം. ഫോൺ റിങ് ചെയ്ത് കേട്ടപ്പോഴാണ് അവൾ ഓർമ്മയിൽ നിന്നും പുറത്തു വന്നത്. ഫോൺ എടുത്ത് നോക്കിയതും അവൾക്ക് ദേഷ്യം വന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഫോൺ റിങ് ചെയ്തു. അവൾ വീണ്ടും കട്ട് ചെയ്തു. മൂന്നാമത് റിങ് വന്നതും കൂടെ ഒരു മെസ്സേജും വന്നു. അത് കണ്ടതും അവൾ വേഗം ഫോൺ എടുത്ത് തുടരും.